ആധുനിക ലോകം മറ്റൊരു മഹാമാരിയുടെ നിഴലിലാണോ എന്ന ഭീതിയിലാണ് ആഗോള ആരോഗ്യ സമൂഹം ഇപ്പോൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന MV ഹോണ്ടിയസ് എന്ന വിനോദസഞ്ചാര കപ്പലിൽ പൊട്ടിപ്പുറപ്പെട്ട ഹൻഡ വൈറസ് ബാധ ഇന്ന് ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. വിനോദയാത്രയ്ക്ക് പോയ യാത്രക്കാർ ഒരു അജ്ഞാത വൈറസിന്റെ ഇരകളായി മാറുമ്പോൾ അത് കേവലം ഒരു കപ്പലിലെ മാത്രം പ്രശ്നമായി ഒതുങ്ങുന്നില്ല. ഇതിനോടകം 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 5-ലധികം പേർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വൈറസ് ബാധ ഒരു ആഗോള ഭീഷണിയായി വളരുമോ എന്ന ആശങ്ക ശക്തമാണ്. 2020-ലെ കോവിഡ് മഹാമാരിയുടെ ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുന്ന ജനതയ്ക്ക് മുന്നിലേക്ക് മറ്റൊരു മാരക വൈറസ് എത്തുമ്പോൾ നാം എത്രത്തോളം സുരക്ഷിതരാണെന്ന ചോദ്യം പ്രസക്തമാകുന്നു. സാധാരണയായി എലികളിലൂടെയും മറ്റു കരണ്ടുതീനി വർഗ്ഗങ്ങളിൽപ്പെട്ട ജീവികളിലൂടെയുമാണ് ഹൻഡ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇവയുടെ വിസർജ്യങ്ങളുമായോ ഉമിനീരുമായോ നേരിട്ടുള്ള സമ്പർക്കം വഴിയോ അല്ലെങ്കിൽ ഇവ കലർന്ന പൊടിപടലങ്ങൾ ശ്വസിക്കുന്നതിലൂടെയോ ആണ് രോഗബാധയുണ്ടാകുന്നത്. എന്നാൽ MV ഹോണ്ടിയസ് കപ്പലിൽ പടരുന്നത് ഹൻഡ വൈറസിന്റെ തന്നെ അതീവ അപകടകാരിയായ ആൻഡീസ് വൈറസ് എന്ന വകഭേദമാണെന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നു. സാധാരണ ഹൻഡ വൈറസുകൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെങ്കിലും തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ആൻഡീസ് വൈറസ് വകഭേദത്തിന് മനുഷ്യരിലേക്ക് നേരിട്ട് പടരാനുള്ള ശേഷിയുണ്ട്. ഇതാണ് ലോകാരോഗ്യ സംഘടനയെയും മറ്റ് ആരോഗ്യ ഏജൻസികളെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നത്. ശ്വാസകോശത്തെയും ഹൃദയത്തെയും ബാധിക്കുന്ന ഹൻഡ വൈറസ് പൾമണറി സിൻഡ്രം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഇത് രോഗികളെ നയിക്കുന്നത്. ശ്വാസം മുട്ടൽ, കഠിനമായ പനി, പേശീവേദന എന്നിവയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത് മരണത്തിന് വരെ കാരണമായേക്കാം. ഈ മാരക വൈറസ് കപ്പലിലേക്ക് എത്തിയത് എങ്ങനെയെന്ന അന്വേഷണം ചെന്നെത്തുന്നത് അർജന്റീനയിലെ ദക്ഷിണ നഗരമായ ഉഷുവയിലേക്കാണ്. മാർച്ച് 20-ന് കപ്പൽ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നെതർലൻഡിൽ നിന്നുള്ള ഒരു ദമ്പതികൾ ഉഷുവയിലെ ഒരു ലാൻഡ്ഫിൽ പ്രദേശം സന്ദർശിച്ചിരുന്നു. പക്ഷി നിരീക്ഷണത്തിന് പോയ ഇവർക്ക് അവിടെയുള്ള എലികളിൽ നിന്നോ അവയുടെ വിസർജ്യത്തിൽ നിന്നോ ആയിരിക്കാം വൈറസ് ബാധ ഏറ്റതെന്നാണ് അർജന്റീനയിലെ ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. കപ്പൽ യാത്ര ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ രോഗബാധിതരാകുകയും മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് ഒരു ജർമ്മൻ പൗരൻ കൂടി മരണപ്പെട്ടതോടെയാണ് കപ്പലിൽ ഒരു പകർച്ചവ്യാധി പടരുന്നുണ്ടെന്ന സൂചന അധികൃതർക്ക് ലഭിക്കുന്നത്. ഏപ്രിൽ 24-ന് സെന്റ് ഹെലീന ദ്വീപിൽ വെച്ച് തന്റെ ഭർത്താവിന്റെ മൃതദേഹവുമായി കപ്പലിൽ നിന്ന് ഇറങ്ങിയ ഡച്ച് വനിതയിലൂടെയാണ് ലോകം ഈ വാർത്ത ആദ്യമായി അറിയുന്നത്. നിലവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കാനറി ദ്വീപുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന MV ഹോണ്ടിയസിൽ 100-ലധികം യാത്രക്കാരുണ്ട്. ഫിലിപ്പീൻസ്, ബ്രിട്ടൻ, അമേരിക്ക, നെതർലൻഡ്, സ്പെയിൻ, ജർമ്മനി എന്നിങ്ങനെ 28ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കപ്പലിലുള്ളത്. ഇതിൽ 2 ഇന്ത്യൻ ജീവനക്കാരും ഉൾപ്പെടുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം കപ്പലിലെ മുഴുവൻ യാത്രക്കാരോടും അവരുടെ ക്യാബിനുകളിൽ തന്നെ കഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ കൃത്യമായ പരിശോധനകൾ കപ്പലിൽ നടക്കുന്നുണ്ട്. മെയ് 10-ഓടെ കപ്പൽ കാനറി ദ്വീപുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവിടെ യാത്രക്കാരെ ഇറക്കാൻ അനുവദിക്കുമോ അതോ കപ്പലിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. ഹൻഡ വൈറസ് ബാധയെ ഒരു ഗുരുതരമായ സംഭവമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അദോനം ഗബ്രിയേസ് വിശേഷിപ്പിക്കുന്നത്. നിലവിൽ ആഗോളതലത്തിൽ വലിയൊരു ഭീഷണിയില്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ടെങ്കിലും വൈറസ് ബാധിതർക്ക് കൃത്യമായ ചികിത്സ നൽകുന്നതിനും രോഗം കൂടുതൽ പടരാതിരിക്കുന്നതിനും മുൻഗണന നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. MV ഹോണ്ടിയസിലെ ഓരോ യാത്രക്കാരന്റെയും ജീവൻ ഇപ്പോൾ നൂൽപാലത്തിലാണ്. ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാന പാഠം ലോകം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നാണ്. ഒരു ഭൂഖണ്ഡത്തിന്റെ അറ്റത്ത് കാണപ്പെടുന്ന വൈറസിന് മണിക്കൂറുകൾക്കുള്ളിൽ സമുദ്രങ്ങൾ കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തെ ഗവേഷണങ്ങളും ആഗോള സഹകരണവും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മുകളിലായിരിക്കണം. പ്രകൃതിയുമായുള്ള സമ്പർക്കത്തിൽ നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ഈ വൈറസ് ബാധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിലെ പരിശോധനാ ഫലങ്ങളും കപ്പൽ കാനറി ദ്വീപുകളിൽ എത്തുമ്പോൾ സ്വീകരിക്കുന്ന നടപടികളും ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കും. ശാസ്ത്രീയമായ മുൻകരുതലുകളും കൃത്യമായ വിവരവിനിമയം വഴി മാത്രമേ ഇത്തരം അപ്രതീക്ഷിത വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഇപ്പോൾ MV ഹോണ്ടിയസിലെ യാത്രക്കാർക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഈ വസന്തകാലം ഒരു കറുത്ത അധ്യായമായി മാറാതിരിക്കാൻ ആഗോള സമൂഹം കൈകോർക്കേണ്ട സമയമാണിത്. നമുക്ക് പ്രത്യാശിക്കാം ആ സമുദ്രയാത്ര ശുഭകരമായ ഒരു തീരത്ത് ചെന്ന് അവസാനിക്കുമെന്ന്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.